നമ്മുടെ കൊച്ചു കേരളത്തിൽ ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ നിതിൻ രാജ് എന്ന് പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ജാതി അധിക്ഷേപം നടത്തിയതാവട്ടെ നേർവഴി കാണിക്കേണ്ട അധ്യാപികയും അധ്യാപകനും. എന്തിന്റെ പേരിൽ? നിറം കറുത്തുപോയതിന്റെ പേരിലോ അതോ പണമില്ലാത്തതിന്റെ പേരിലോ? ഞാൻ ചോദിക്കട്ടെ, ഈ വെളുത്തു തുളുത്ത അധ്യാപികയും അധ്യാപകരും രാവിലെ കക്കൂസിൽ പോകുമ്പോൾ വരുന്നത് മയോണീസ് ആണോ അതോ താഴ്ന്ന ജാതിക്കാർ കക്കൂസിൽ പോകുമ്പോൾ വരുന്നത് തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ജാതിയാണുള്ളത്? ഈ നിറം കറുത്തു പോയതിന്റെ പേരിലാണെങ്കിൽ ആ കറുത്ത നിറമുള്ള കൈകളിൽ ഒരു കത്തി കൊണ്ട് വരഞ്ഞാൽ വരുന്നത് ചുവന്ന രക്തമാണ്. ഈ വെളുത്ത തുളുത്ത അധ്യാപികയുടെയും അധ്യാപകന്റെയും കയ്യിൽ ഒരു കത്തി കൊണ്ട് വരഞ്ഞാൽ വരുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണോ? ഈ ചുവന്ന രക്തം തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ജാതീയതയാണുള്ളത്? നോക്കൂ, റാപ്പർ വേടൻ ഞാൻ പാണനല്ല പറയണല്ല എന്ന ആ പാട്ട് പാടിയപ്പോൾ അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് കണാപ്പന്മാർ രംഗത്ത് വന്നിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഇതാണ്: ഇത് എന്തിനു പാടുന്നു? ഇവിടെ എന്ത് ജാതിയാണുള്ളത്? ഇവിടെ അങ്ങനെ ഒരു ജാതി നിലനിൽക്കുന്നില്ലല്ലോ എന്നാണ്. ഈ കാണുന്നത് എന്ത് ഉണ്ടയാണ്? ഇത് ജാതീയ അധിക്ഷേപമല്ലേ? ഈ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: ഞങ്ങളൊരു താഴ്ന്ന ജാതിക്കാരാണ് എന്നുള്ള സ്വയം വിചാരം ആദ്യമേ ഒഴിവാക്കണം. ഈ നിതിൻ രാജിന്റെ സംഭവം തന്നെ നമുക്ക് നോക്കാം. ഞാനൊരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടല്ലേ ആ അധിക്ഷേപം എനിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ള മനോവിഷമമാണ് അവനെ മരണത്തിലേക്ക് നയിച്ചത്. അവരൊരു ഉന്നത കുല ജാതിക്കാരാണ്, നമ്മൾ താഴ്ന്ന ജാതിക്കാരാണെന്നുള്ള ചിന്തയുണ്ടായത് കൊണ്ടാണ് അവരുടെ അധിക്ഷേപങ്ങൾ നമുക്കതൊരു അധിക്ഷേപമായി തോന്നുന്നത്. ഇനി നോക്കൂ, അവരെക്കാട്ടും ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. നിങ്ങൾ അത്രയും ബുദ്ധിയും വിവേകവും ഇല്ലാത്തവരാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ അതിനുള്ള തെളിവ് തരാം. നിങ്ങൾക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള യുക്തിയും ബോധവും ബുദ്ധിയും തൻ്റെടവുമുണ്ട്. ഈ ജാതീയ അധിക്ഷേപം നടത്തുന്നവർക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ബുദ്ധിയോ യുക്തിയോ ബോധമോ ഇല്ല എന്നതാണ് സത്യം. ഒരു മനുഷ്യനെ മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? മൃഗങ്ങൾ എന്ന് വിളിക്കും. അതുകൊണ്ട് അവരെ മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റില്ല. ജാതി അധിക്ഷേപം നടത്തുന്നവർ യഥാർത്ഥത്തിൽ മനുഷ്യരല്ല, അവർ മൃഗതുല്യരാണ്. അവരെക്കാളും എത്രയോ മുകളിലാണ് നിങ്ങളുടെ യുക്തിയും ചിന്തയും ഉള്ളത്. ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണിത്. അതുപോലും ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ് ഈ അധിക്ഷേപം നടത്തുന്നവർ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ മനുഷ്യ സമൂഹം ഉണ്ടായത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. ഇസ്ലാം മതവിശ്വാസപ്രകാരവും ക്രിസ്ത്യൻ മതവിശ്വാസപ്രകാരവും ആദം അവ ദമ്പതികളിൽ നിന്നാണ് മനുഷ്യ സമൂഹം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ജാതീയതയാണുള്ളത്? ഇനി ശാസ്ത്രം പറയുകയാണ് അത് കുരങ്ങിൽ നിന്നാണ് എന്നാണെങ്കിലും ഈ ഉന്നത കുലജാതിക്കാരും താഴ്ന്ന കുലജാതിക്കാരും എല്ലാം കുരങ്ങിൽ നിന്നല്ല ഉണ്ടായത്. അവിടെയും ജാതിക്ക് പ്രശസ്തി ഇല്ലല്ലോ. ശരാശരി ഒരു മനുഷ്യയുക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഈ നിസ്സാര സംഭവം പോലും ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ് അവർ. അതുകൊണ്ടാണ് അവരെക്കാട്ടും എത്രയോ മുകളിലാണ് നിങ്ങളുടെ യുക്തി എന്ന് പറയാൻ കാരണം. അങ്ങനെ മനസ്സുകൊണ്ട് ആർജിച്ചെടുക്കണം, അതല്ലാതെ വായ കൊണ്ട് പറഞ്ഞാൽ പോരാ. മനസ്സുകൊണ്ട് അവരെക്കാട്ടും ഏറ്റവും മികച്ച മനുഷ്യരാണ് ഞങ്ങൾ എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് നാളെ അവർ അധിക്ഷേപവുമായി വന്നാൽ ഓയ് തരത്തിൽ പോയി കളിയട എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകും. പുഴുത്ത പട്ടി എന്ന് നിങ്ങളെ വിളിച്ചാൽ അവനെയും അവൻ്റെ അച്ഛനെയും പുഴുത്ത പട്ടി എന്ന് വിളിക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകും. അവനൊരു അടി അടിച്ചാൽ 4 അടി തിരിച്ചടിക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഇനിയും ജാതിയുടെ പേരിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.